MG സാർ, റിമു, മതിച്ചാട്ടാ, നമുക്കൊരു അതിഥി ഉണ്ട്. അതെ, അതിഥി ആരാണെന്ന് എന്തെങ്കിലും? പിന്നെ ഉറപ്പായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയുന്ന, പ്രത്യേകിച്ച് MG അങ്കിളിനും മധുങ്ങളും റിമി ചേച്ചിക്കും നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ചന്ദ്രമോഹൻ പിള്ള സാർ പ്രൊഡ്യൂസറാണ്, പിന്നെ അതേപോലെ തന്നെ ആക്ടറാണ്, ലിറിസിസ്റ്റ് ആണ്. അപ്പൊ എന്തുകൊണ്ടും നമ്മുടെ ഈ ഒരു ഷോയിൽ ഇന്ന് വരാനായിട്ട്, അതെ സാർ അതിനുപരി ടോപ്പ് സിംഗർ എപ്പോഴും കാണുന്ന ഒരാളാണ്, ഒരു ബിഗ് ഫാനാണ് നമ്മുടെ ഷോയുടെ. സാർ പ്ലീസ്. നമസ്കാരം. ഞാൻ ഇത് ടോപ്പ് സിംഗറിന്റെ സീസൺ 1 തൊട്ട് കാണുന്ന ഒരാളാണ്. എനിക്ക് അതിശയം എന്ന് പറഞ്ഞാൽ 10-75 വർഷം മുമ്പുള്ള പാട്ടുകൾക്ക് ഇത്ര പൊടി കുഞ്ഞുങ്ങൾ ഇവിടെ വന്ന് തെറ്റില്ലാതെ, എനിക്കൊക്കെ ഒരു 4 വരി കഴിഞ്ഞ 5-ാമത്തെ വരി നോക്കാൻ പോലും എനിക്ക് കാണാപ്പാടം പോലും അറിയില്ല. അങ്ങനെ കുട്ടികൾ പാടുമ്പം സത്യം പറഞ്ഞ ഫ്ലവേഴ്സിന്റെ ഈ ടോപ്പ് സിംഗർ എന്ന് പറയുന്ന ഷോ ഒരു അത്ഭുതമാണ്. ഞാനിത് മിക്കവാറും എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാനിത് ഫോളോ എല്ലാ സീസണും കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇന്ന് ഞാൻ കൊച്ചി വന്നപ്പം ഇങ്ങനെ എനിക്കൊരു വരാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നതിൽ എനിക്ക് ശ്രീകുടച്ചേട്ടനോടും മധുവിനോടും രാജേഷിനോടും എല്ലാം വളരെ നന്ദിയുണ്ട്. ഇപ്പൊ നമ്മുടെ സത്യചേട്ടന്റെ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹൃദയപൂർവ്വം, മോഹൻലാലിന്റെ കൂടെ. ഇതിനു മുമ്പ് കടുവ അതിൽ അഭിനയിച്ചിരുന്നു. പിന്നെ ഏതായിരുന്നു പ്രൊഡ്യൂസ് ചെയ്ത പടം? ജയരാജ് സംവിധാനം ചെയ്ത വീരം. പിന്നെ ഇഷ്ടംപോലെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, എനിക്കും പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പാട്ടുകൾ. ഒരുപാട് ആൽബങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞാനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. എന്റെ ഒരു ചങ്കാണ്. അപ്പൊ ഒത്തിരി സന്തോഷം. നമുക്ക് ഇനി നേരിട്ട് പാട്ടുകളൊക്കെ കേൾക്കാം. എന്തോ ഇനി ഒരു റെട്രോ റൗണ്ട് ആയാലോ? റെട്രോ റൗണ്ട് ആണ്. അത് മാത്രല്ല വരാൻ പോകുന്നത് ഭയങ്കര ഒരു സുന്ദരിമണിയാണ്. ഒരു താരത്തെ പോലെയുള്ള നമ്മുടെ താരമാണ് പോകുന്നത്. വെൽക്കം താരക്കുട്ടി ഓൺ സ്റ്റേജ്. കണ്ടോ നടക്കണ്ട തെയ്യം മുടിയഴിക്കും. ഉണ്ണിയാർച്ചയാണോ അത്? ഉണ്ണിയാർച്ച. ഞാൻ തമ്പുരാട്ടിയാണ്. ഏത് കോലത്തെ തമ്പുരാട്ടിയാ? ഞാൻ എന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്. വീട്ടിലെ തമ്പുരാട്ടിയാണ്. അപ്പൊ തമ്പുരാൻ എന്ത് ചെയ്യും? വീട്ടിലുണ്ട്. അത് വീട്ടിൽ വെച്ചിട്ട് പോന്നു. വീട്ടിൽ വെച്ചിട്ട് പോന്നു, കൊണ്ടുവന്നില്ല. ഈ തമ്പുരാട്ടിയുടെ തമ്പ്രാന്റെ പേരെന്താ? ഞാൻ താരത്തമ്പുരാട്ടി. എന്താ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താ? എനിക്ക് ഒരു പാട്ട് പാടണം. ഓ, തമ്പുരാട്ടി പാടാൻ പോവാ. തമ്പുരാട്ടി തിളങ്ങുമല്ലേ? പാടുന്ന തമ്പുരാട്ടിയാണല്ലേ? പക്ഷെ തമ്പുരാട്ടിയുടെ പാട്ട് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല ഇന്ന്. കാരണം ആ അഭൗമ സൗന്ദര്യം മുൻപിൽ നമ്മൾ ഒന്നുമില്ലാണ്ട് നിഷ്പ്രഭമായി പോകുന്നു. എനിക്കൊരു തിളക്കം മാത്രമേ കാണാനുള്ളൂ. അതെ, ഒരു ഓറ, ഒരു പ്രകാശം. ഇങ്ങനെ ഒരു സൂര്യൻ ഉദിച്ച്, ഒരു വലയം, കുന്നത്തെ സൂര്യൻ ഉദിച്ചു. കുന്നത്തെ സൂര്യനായിരുന്നു ഇത്. ഞാൻ പണ്ട് തൊട്ടേ ആ പാട്ട് കേൾക്കുമ്പോ കുന്നത്തെ സൂര്യൻ ഇതായിരുന്നു അന്ന് അദ്ദേഹം എഴുതിയ കുന്നത്തെ സൂര്യൻ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.